എന്ന ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പർവ്വതത്തിന് മുതൽഭാഗത്ത് നിന്ന് തുടങ്ങിയ പ്രതിസാരമായ ഭൂരി പർവ്വതത്തെ മുഴുവനും ജലാശയത്തിന് ഉള്ളിലാക്കിപ്പോയ ലോകം മുഴുവനും ഗ്രസിച്ചുപോയ ലോകം എന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിൽ മുങ്ങിച്ചാടുന്ന ജനങ്ങളുടെ ഇടയിലൂടെ ന്യൂനപക്ഷമായ പല ജനങ്ങളെ രക്ഷയുടെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷമാർഗമായി കൊടുത്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ലോകം മുഴുവനും മുങ്ങിച്ചാടുമ്പോൾ ആ മുങ്ങിച്ചാടാൻ പോകുന്ന മരണത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ കൊടുത്ത രക്ഷാമാർഗമായ കപ്പലുപോലെയാണ് എന്റെ കുടുംബമെന്ന് ലോകത്തിൽ നിന്നും ഒരു പ്രശസ്തമായ ഉപമയിലൂടെ പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഉപമയുടെ അർത്ഥമെന്താണ്? എന്റെ കുടുംബം ഞാൻ ഈ ലോകത്ത് അവശേഷിച്ചു പോയ എന്റെ കുടുംബം, ഞാൻ എന്റെ ജീവിതത്തോട് നിങ്ങൾക്ക് സമർപ്പിച്ചതെന്ന കുടുംബ ജീവിതം, ആ ജീവിതം മുങ്ങിക്കപ്പാൻ പോകുന്നു, മുങ്ങിച്ചാടാൻ പോകുന്നു. നിങ്ങൾക്കൊരു കച്ചിത്തിരിച്ചായി മാറുമെന്നുള്ള പ്രവാചകൻ പറയുമ്പോൾ യഥാർത്ഥ സഹോദരനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ ജനപ്രളയത്തെക്കാൾ വലിയ പ്രളയത്തിൽ മുങ്ങിച്ചാടാൻ പോകുന്ന ഒരു സമൂഹമായി നാം മാറുകയാണ്. നമ്മുടെ ജീവിതം ഏതാണ്ട് മുങ്ങിച്ചാടാൻ വേണ്ടി പോകുന്ന മലവെള്ളപ്പാട്ടിന് തട്ടത്തിരിപ്പില്ലാതെ പതറി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ നമ്മുടെ ജീവിതം ഒരു ജലാശയത്തിന്റെ ഉള്ളിൽ മുങ്ങിച്ചാടാൻ പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഭാഗം പോലെയാണ് ആദ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഇന്ന് ലോകം മുങ്ങിച്ചാടുകയാണ്. ലോകത്തേക്ക് തകർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്കാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന മാതാപിതാക്കളെ തിരിച്ചറിയാത്ത മക്കളും, മക്കളെ തിരിച്ചറിയാത്ത മാതാപിതാക്കളും, ഭാര്യയെ തിരിച്ചറിയാത്ത ഭർത്താവും, ഭർത്താവിനെ തിരിച്ചറിയാത്ത ഭാര്യയും, ഇങ്ങനെ ലോകത്തിന് മുമ്പിൽ ബന്ധങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ബന്ധത്തിന്റെ ആഴങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ, ബന്ധത്തിന്റെ ഭവിഷ്യത എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ അല്ലാഹു എന്തിനാണ് ഇങ്ങനെ ചില ബന്ധങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് തിരിച്ചറിയാൻ ആ തിരിച്ചറിവിലേക്കാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകുടുംബം എന്ന വിഷയത്തിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭാര്യയും ഭർത്താവും നമ്മളുടെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതത്തിലൂടെ പഠിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓക്കെ, അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കിത്തരട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോൾ കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താവ് നമ്മളുടെ അസ്വസ്ഥതകൾ മാറും. ആളുകളൊക്കെ പറഞ്ഞത് മണി പത്തരയോ ആളുകൾ എത്ര മീറാടില്ലാവാം അർദ്ധരാത്രി കഴിഞ്ഞ എത്ര പറഞ്ഞാലും ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ തെക്കൻ ജില്ലകളിലൊക്കെ 7 മണിക്ക് വന്നു മകരി കഴിഞ്ഞ വാങ്ങു പറഞ്ഞു 9:30 മണിക്ക് അവസാനിക്കും. 10 മണിക്ക് എല്ലാവരും കൂടി ജമാഅത്തായിട്ട് പള്ളിയിൽ ചെയ്തു. രാവിലെ ആർക്കും ക്ഷീണമില്ല, പ്രയാസമില്ല, സുബൈനസ്കാരത്തെ നടത്തുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ 10 മണിക്ക് വന്നു തുടങ്ങും, 1 മണിക്ക് ശരി 2 മണിക്ക് പോകും. അള്ളാഹില്ല സുബൈനുള്ള യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു വളരെ ആ ഒരു ശൈലിയിലേക്ക് മാറിയ മഗ്‌രിബ് കഴിഞ്ഞു വന്നു എന്തേ നമുക്ക് കഴിയാത്തത്? കുറച്ചൊക്കെ കഴിയും, നമ്മൾ നോക്കിയാലും നടക്കും. പക്ഷെ 10 മണിക്കേ നമ്മൾ ആവൂ എന്ന് കരുതിയാൽ അങ്ങനെ തന്നെയാവും. ആ സ്ത്രീകൾ കുറെ കസേരയുള്ളവരൊക്കെ മുമ്പോട്ട് കയറിയിരിക്കും. ധാരാളം സ്ത്രീകളൊക്കെ കസേരയിൽ ഇല്ലാതിരിക്കുന്നുണ്ട്. നന്നായിട്ട് കസേരയൊക്കെ കയറിയിരിക്കും. അടുത്തടുത്ത് അനുസരണയോടെ ഇരിക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നോക്കിക്കൊള്ളുന്ന വളർന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയും, പൊന്നു സുബൈദ നിന്നോട് ഞാൻ ചെയ്തെല്ലാം നീ പൊരുത്തപ്പെട്ടതാണെന്ന് പറയും. അമ്മാതിന് വളരാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സഹകരിക്കും. കസേരയിലൊക്കെ നന്നായിട്ടിരിക്കുന്നു. നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. നന്നായിട്ട് ആണുങ്ങൾ എഴുന്നേറ്റ് പോകണ്ട. നാളെ നിങ്ങൾക്ക് വേണ്ടിയും പറയും. ഇന്ന് നല്ല ഭർത്താവ്, നാളെ നല്ല ഭാര്യ. അപ്പൊ നന്നായിട്ട് കഴിയും. അപ്പൊ നിങ്ങളാണ് ഇന്നത്തെ ഏറ്റവും എതിർത്താൽ വളർന്നു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്റെ ഭർത്താവ് എത്രയും സ്നേഹമാണ് പറയുന്ന ഒരവസ്ഥയിലേക്കാവും. നിങ്ങൾക്കാണ് ഇന്നത്തെ വാതിന്റെ ഗുണം. അതുകൊണ്ട് അടുത്തടുത്ത് കളയുന്നുണ്ട്. അവരവർക്ക് ഗുണമനുസരിച്ച് കസേരയിൽ കയറി നന്നായിട്ടിരിക്കും. മോതിരം കമ്മലൊക്കെ ഊരി വെച്ചേക്കും.
ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരാനും പിടിക്കാനും പോയി ആ സമയത്ത് കിട്ടാതെ വന്നാൽ വലിയ പാടായിരിക്കും. എത്ര പേരൊക്കെ ഊട്ടി വെച്ചേക്കും. ഒരിക്കൽ ഭാര്യ ഭർത്തൃ ബന്ധപ്പെടുന്നത്. എന്താണ് വിവാഹം? ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കൽ ഒരു വിറക് കെട്ടിയായ മനുഷ്യൻ കുറെ വിറകും കെട്ടി ചുമടായി ചന്തയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കണ്ടുമുട്ടി. കൂട്ടുകാരൻ കൊടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഈ വിറക് കെട്ടി ചുമന്നുകൊണ്ടുപോയി ചന്തയിൽ വിറ്റാൽ ആ വിറ്റിൽ കിട്ടുന്ന പൈസ നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വിറക് ചുമട് വിട്ടുകിട്ടുന്ന പൈസയെ രണ്ടായിട്ട് ഭാഗിക്കും. ഒരു പദ്ധതി ഞാൻ ഒരാഴ്ച കടം കൊടുത്തു, മറ്റൊരു പദ്ധതി ഞാൻ നേരത്തെ വാങ്ങിച്ച കടം കൊടുത്തു. കൂട്ടുകാരൻ നിനക്കൊപ്പം നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിനക്കൊക്കെ ചെലവിന് കഴിയാൻ ഭക്ഷണം വാങ്ങിക്കാൻ എന്താണ് ബാക്കിയുള്ളത്? ഒരു ദിവസം സമ്പാദിക്കുന്ന മുഴുവനെ നേർപകുതിയാക്കി ഒന്ന് മറ്റൊരാൾക്ക് കടം കൊടുക്കുകയും ഒരു ഭാഗം നേരത്തെ വാങ്ങിച്ച് കടം കൊടുത്തു കൊടുക്കുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയിലൂടെ ഞാൻ എന്റെ വിഷയം തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ ഒരു ഭാഗം കടം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ വാങ്ങിച്ച കടം കൊടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ പൈസ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്ന പൈസ. അത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കൊച്ചുനാളിൽ കടം വാങ്ങിച്ചതാണ്. ഇന്ന് ഞാൻ അവർക്കത് തിരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നത് പറഞ്ഞാൽ അതെന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന പൈസയാണ്. അത് ഞാൻ അവർക്ക് കടം കൊടുക്കുകയാണ്. നാളെ ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എന്റെ ഈ മക്കൾ ആ കടം തന്നു തീർക്കും എന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ആ വിറക് വെട്ടിയായ മനുഷ്യൻ പറഞ്ഞതായി പലരും കഥയിൽ വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു ധാരണയാണ്. ഞാൻ അധ്വാനിച്ചെന്റെ ഭാര്യ മക്കളെ പോറ്റു, എന്റെ മക്കളോട് ഞാൻ ചെലവഴിച്ചു, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്ന നേരത്തെ കൊടുത്തത് വാമത്തിൽ കൊടുക്കുകയും സായാഹ്നഘട്ടത്തിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന ആഗ്രഹത്തോടെ കടം കൊടുക്കുകയും ചെയ്യാൻ ഒരു മനുഷ്യന്റെ കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാഹു ഒരുമിച്ച് കൊടുക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് താമസിച്ച് 25-26 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യനോട് ഇനി നീ ജീവിതത്തിൽ ഒറ്റക്കാര്യപ്പെടാൻ നിനക്കൊരു ഭാര്യ ഉണ്ടാവണം, അല്ലെങ്കിൽ 10-15-16 വർഷം ഒറ്റയ്ക്ക് താമസിച്ച പെണ്ണിനോട് നീ ഒറ്റയ്ക്കല്ല, നിനക്കൊരു ഭർത്താവുണ്ടാകണമെന്ന ഒരു തീരുമാനം ആരുടെ തീരുമാനമാണ്? ഈ പദ്ധതിയിൽ ആ തീരുമാനം എങ്ങനെ നടപ്പാക്കിയതാണ്? അതാരാണെന്ന് ചോദിക്കുന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ഞങ്ങൾ പറയുന്നത് എന്താ? അല്ല പറയുകയാണ്, ഞാനാണ് ജലത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് തെറ്റിപ്പ് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഞാനാണ് ഒരു കുടുംബബന്ധമായി ഇന്ന തറവാട്ടിൽ പതക്കണമെന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ, ഇന്ന കുടുംബത്തിൽ നിന്ന് പിതാവിന്റെ മകനായി, ഇന്നയാളൊരു സഹോദരനായി, ഭാര്യയായി, ഭർത്താവായി, പെങ്ങളായി, സഹോദരനായി നീ ലോകത്തെ പിറവിയെടുക്കണമെന്നുള്ളത് അത് തീരുമാനിച്ചത് ഞാനാണ്. അവളെയാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വസ്തുക്കളും ഇണകളായി സൃഷ്ടിച്ചത് ഞാനല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. അല്ലറിയല്ലാഹു ആരെന്നറിയുമോ? അവൻ ആരെന്നറിയുമോ? അല്ലറി അവനാണ് ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും ഇണകളായി, ഒരു ആണായി ഒരു പെണ്ണായി
ഒരാളായി പെണ്ണായി അവസാന പരസ്പരം കൊടുത്തിരുന്ന ഇണകളായി ലോകത്തുള്ള സർവവസ്തുക്കളെയും ഏതൊക്കെ വസ്തുക്കളുണ്ടോ ഇടകാലികളാകട്ടെ നൽകാലികളാകട്ടെ ഏതൊക്കെ വസ്തുക്കളാ അല്ല തന്നെ പറയട്ടെ അല്ലാഹു അനക തുല്യതാ ومنهم من يمشي على بطنه ومنهم من يمشي على رجليه അള്ളാഹുവാണ് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെ പടച്ചത്. ആ ജീവജാലങ്ങളിലുണ്ട് ഉലകവർഗമുണ്ട് അക്കൂട്ടത്തിൽ രണ്ട് കാലം നടക്കുന്ന മനുഷ്യരുണ്ട്. അക്കൂട്ടത്തിൽ ആൾക്കാരി ജീവികളുണ്ട്. ഏകകോശ ജീവിയായ അമീബയുണ്ട്. എല്ലാത്തിനെയും വിനകളായി സൃഷ്ടിച്ചത് ഞാനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ, ലോകത്തെല്ലാത്തിനെയും ആണും പെണ്ണുമായി സൃഷ്ടിച്ചതും ഒരാണിന് ഒരു ഇണയെ കൊടുത്തതും ഒരു ഇണയ്ക്കൊരാണിനെ കൊടുത്തതും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. വിവാഹം കഴിപ്പിക്കുക എന്നത് പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ മറ്റൊരാൾക്ക് കൈകടത്തിൽ സാധ്യമല്ല. അപ്പോ ആദ്യമായി നമ്മൾ അറിയുക, വൽക്കതിരി ഹൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്ന് ഈമാൻ കാര്യം പഠിച്ചാൽ ഭാര്യയെ കിട്ടി ആ ഭാര്യ ആരുമാകട്ടെ അവളെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഈമാന്റെ ഭാഗം ആണ്. അള്ളാഹുവിന്റെ കഥറാണ്, അള്ളാഹുടെ കഥാണ്. അള്ളാഹു ആ ചിന്ത നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇന്ന ആളുടെ ഭാര്യ ഇന്ന ആളായിരിക്കണം, ഇന്ന ആളുടെ ഭർത്താവ് ഇന്ന ആളായിരിക്കണം എന്നത് എന്റെ മാത്രം തീരുമാനമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാണ്. അപ്പോ ഇത് അള്ളാഹുടെ തീരുമാനമാണെങ്കിൽ ഈ തീരുമാനം എന്നാണ് നടപ്പാവുക. ആകെ മനസ്സിലാക്കിക്കൊള്ളി. ഇൻഷാല്ലാഹ് തിരുനബിയുടെ കുടുംബം ഞാൻ വിഷയത്തിന്റെ പകുതിയിലെ കയറി വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളി, ഒരു വിവാഹ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. എത്ര ഘട്ടം? 3 ഘട്ടം. ഏതാ? ഒന്നേതാണ് ഇൻഷാല്ലാഹ്. ഈ 3 ഘട്ടം പറയുമ്പോൾ ഇന്നത്തെ ഭാര്യയും ഭർത്താവ് അവസാനിക്കും. നമുക്കൊക്കെ ചില ധാരണ, ആ ധാരണകൾ ശരിയല്ലാത്തതാണ് ഈ സർവ്വ പ്രശ്നങ്ങളുടെയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളിൽ കെട്ടിക്കിടക്കുന്ന ക്രിമിനൽ കോടതിയിലല്ല, കുടുംബ കോടതിയിലാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും സ്വന്തം കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഒരു നൊമ്പരമില്ലാതാത്ത ആരാവുള്ള? ഭാര്യയും ഭർത്താവും പറയുമ്പോൾ മനസ്സിലൊരു നൊമ്പരം. കല്യാണം കഴിക്കാത്തവരുടെ ചിന്തിക്കണ്ട, നിങ്ങളെ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ദുര്യോഗത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് പിന്നീട് അനുഭവിക്കാൻ പോകുന്നതിന്റെ കഥയാണ് പറയാനുള്ളത്. ഏതായാലും നമ്മൾ പഠിച്ചേ പറ്റൂ. യഥാർത്ഥത്തിൽ ഈ തീരുമാനമുണ്ടാകുന്നത് വിവാഹത്തിന് 3 ഘട്ടമുണ്ട് സഹോദരങ്ങളെ. അതിൽ ഒരു ഘട്ടം കഴിഞ്ഞു വരും. ഇപ്പൊ 2ാമത്തെ ഘട്ടത്തിലാണ് ഓൾറെഡി നമ്മളുള്ളത്. 1ാമത്തെ ഘട്ടം ഏതാ? അത് പഠിച്ചാൽ തന്നെ പകുതി മാറും. അത് പഠിച്ചാൽ തന്നെ പകുതി പ്രശ്നം മാറും. 1ാമത്തെ ഘട്ടം ഏതാ? അത് കഴിഞ്ഞു. അതെപ്പോഴാ? ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാതാവിന്റെ ഗർഭാശയത്തിലെ കുഞ്ഞിന് 4 മാസം പ്രായമാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ സമീപത്തേക്ക് പറഞ്ഞു വിടുമത്രേ. ആ മലക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു ഫോൺ ദ്രാവകമുള്ള മാത്രം വലിപ്പമുള്ള ഗർഭാശയത്തിൽ കിടക്കുന്ന പൂർണ്ണ ഗർഭധാരണിയാകുമ്പോൾ 5 ലിറ്റർ വെള്ളമുള്ള വ്യാപ്തമാകുന്ന ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വരുന്ന മലക്ക് ആ കുഞ്ഞിനാദ്യമായി ഓഹോമത്രേ. പിന്നീടുള്ള കത്തമലകൾ വല്ലാത അള്ള പറയുകയാണ് ആ കുഞ്ഞിന്റെ പിന്നീടുള്ള വിപത്തുകളും അവന്റെ ഭാവിയുമല്ലാതെ നിർണ്ണയിക്കുക. അവന്റെ തലയിലല്ലാതെ രേഖപ്പെടുത്തുകയാണ്. ഇവരെത്രനാണ് ജീവിക്കേണ്ടത്, എത്രനാളിനാണ് ഇവൻ മരിക്കേണ്ടത്, ഇവനാരാകണം, ഇവൻ പണ്ഡിതനാകണോ പാവകനാകണോ, ഇവൻ കറുത്തവനാകണോ വെളുത്തവനാകണോ, അതൊക്കെ അവനുതാ ഇവനാകണോ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട്
വിടുന്ന മലക്ക് ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവനാടിയിൽ പിടിച്ചിട്ട് അള്ളാഹുവോട് 4 ചോദ്യം ചോദിക്കുമത്രേ. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, ഇവൻ എത്ര നാട് വരെയാണ് ആയുസ് വേണ്ടത്? അള്ളാഹു പറഞ്ഞു വിടുന്നു. ആ മലക്ക് നമ്മുടെ ശിരസിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നമുക്കറിയില്ല എത്ര നാളാണ് ആയുസ്. നാളത്തെ പ്രഭാവം കാണുമോ? ഇന്നത്തെ ആ സമയത്തോടെ ജീവിതം അവസാനിക്കുമോ? ഞങ്ങൾക്കാർക്കും അറിയില്ല. ഈ ശിരസ്സുമായി ശരീരവുമായി നടന്നിട്ട് 10-30 വർഷമായി ഈ ശരീരത്തിന്റെ ഉള്ളിലെ വരെയോ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അത് ഞങ്ങൾക്കറിയില്ല. സഹോദരങ്ങളെ ചോദിക്കുമത്രേ. അള്ളാഹുവേ, ഈ കുഞ്ഞിന്റെ ജീവനാടിയിൽ പിടിച്ചിട്ട് മഴക്ക് ചോദിക്കുമല്ലാകവേ അടക്കതിന് അമൃത ഈ കുഞ്ഞ് ആരാകണോ പെണ്ണാകണോ? അവരെ തീരുമാനം പറയും. ആരാകണമെങ്കിൽ ശിക്ഷണമെന്ന് പറയും. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നപ്പോൾ മഴക്ക് ചോദിച്ചത് ആരാകണോ പെണ്ണാകണോ? അള്ള മറുപടി പറഞ്ഞതിന് ആരാകട്ടെ. അതുകൊണ്ടാണ് ഈ മതിലിന്റെ ഇപ്പുറത്തെ ആളായത്. വലതു ഭാഗത്തിരിക്കുന്നവളോട് ചോദ്യം ചോദിച്ചപ്പോ അള്ള പറഞ്ഞതൊക്കെ ഉത്സാഹം പെണ്ണാകട്ടെ. ആ ചോദ്യത്തിന് മറുപടി ഉറപ്പാട്. അടുത്ത ചോദ്യമേടാ മനസ്സ് ചോദിച്ചവന്റെ അള്ളാഹുവേ ഇവൻ ജീവിതത്തിന് വിജയിയാകുമോ പരാജിതനാകുമോ? അള്ള തീരുമാനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവൻ വിജയിയാണോ പരാജിതനാണോ? എത്ര കൈകാര്യം കഴിച്ചാലും എത്രയേറെ അത്യാഗ്രഹം കാണിച്ചാലും അള്ളാന്റെ തീരുമാനമുണ്ട്. ഇവൻ ജീവിതത്തിൽ വിജയപീഠത്തിലേറണോ അതല്ല പരാജിതനായി തലമുതിച്ചു മാറിപ്പോകണോ? സഹോദരങ്ങളെ, അള്ള തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നവൻ കറുത്തവനാകണോ? ഇവൻ വെളുത്തവനാകണോ? ഇവന്റെ ഭാര്യയാരാകണം? ആണാണെങ്കിൽ എഴുതും ഇവന്റെ ഭാര്യയാരാകണം. എന്നാണെങ്കിൽ എഴുതുന്നവരുടെ ഭർത്താവാരായിരിക്കണം. സഹോദരങ്ങളെ സഹോദരങ്ങളെ, മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അവ എഴുതി വെച്ചതാണ് ഇവന്റെ ഭാര്യ ഇവരാകണമെന്ന്. ഈ ലോകത്തോട് കടന്നുവന്ന് 10-20 വർഷം കഴിഞ്ഞപ്പോ ഏതോ പള്ളികളിൽ നടക്കുമ്പോ അതെവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടതാ? പടച്ചവത്തിന്റെ രൂപത്തിന്റെ തീരുമാനം 10-20 വർഷം കഴിഞ്ഞപ്പോ കാലചക്രവർത്തിന്റെ ഇടയിലൂടെ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വിവാഹത്തിന്റെ 1 ഘട്ടമേടാ അത് മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസത്തിൽ കഴിഞ്ഞുപോയി. പൊന്നു സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുക. ഈ മത്സരമെന്തിന്? ഈ വാശിയെന്തിന്? ഈ പരസ്പര വൈകലെന്തിന്? ഈ കുടുംബ കോടതിയിലേക്ക് പോകുന്ന പരസ്പരമായി ചെല്ലുമെന്തിന്? ഒരു ചുവരിന്റെ ഉള്ളിലെന്ത് ഒന്നിച്ച് കിടക്കുന്ന കിടക്കയിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ ഭാര്യഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ അതിക്കാൻ കഴിയാത്തിടത്തോളം അകലത്തിലാണ്. 1ാമത്തെ ഘട്ടമേടാ അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അള്ള എഴുതി വെച്ചു കഴിഞ്ഞു. എന്താ മനസ്സിലാവാത്തത്? എന്റെ പൊന്നുമക്കളെ ആ പേരിൽ എഴുതി വായിച്ചിട്ട് വേറൊരു പേരെഴുതാൻ വല്ലാഹി മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇതിപ്പോ നമ്മൾ ആണാണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവന്റെ ഭാര്യ ആരാ? ഇത് എഴുതി വെച്ചിട്ടുണ്ട് തീർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ കലാലിനെ വിശ്വസിക്കുന്നവർക്ക് അതെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്തുക. നമ്മളെ എഴുതി വെച്ച് നമ്മൾ സാധാരണ ഭാര്യ ഭർത്താവിടെ വഴക്കുണ്ടാക്കും. ഇതെന്തൊരു തലവിധിയാണ് പുറത്തോനെ. എത്രയോ നല്ല നല്ല ആണുങ്ങൾ വന്നിട്ട് എന്നെ പെണ്ണ് കണ്ടിട്ട് പോയതാ. ഈ ദജ്ജാല് തന്നെ എന്റെ ജീവിതത്തിൽ വന്നല്ലോ അള്ളാഹു. ഇതെന്റെ തലവിധി തന്നെ എന്ന് പറയുമ്പോ ഒന്ന് സഹോദരന്മാരെ വാക്കിട്ട് ഒരു തലവിധി തന്നെ. എത്രയെത്ര നല്ല നല്ല പെണ്ണുങ്ങളെ കാണാൻ പോയതാ പുറത്തോനെ. ഇവിടെ ഞാൻ ഏത് സമയത്തും ഇഷ്ടപ്പെട്ടോ എന്താ എടീ നിന്റെ ഉമ്മ കരയ്ക്ക് പെണ്ണ് വെള്ളത്തിൽ പോയിട്ട് വന്നിട്ടാണ് എന്നെ കെട്ടിച്ചത്. സാധാരണ വഴക്കുണ്ടാക്കുമ്പോൾ ഭർത്താക്കന്മാരെ പലരുമായി അന്തം വിട്ട മനസ്സിലല്ലേ? മനസ്സിലായേ നിന്ന് ഞാൻ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ തന്ന വെള്ളത്തിൽ ആദ്യ ഉത്സാഹനെ കൊണ്ട് പൊടിവിലക്കിട്ട് എന്നെ പരിശീലിച്ചെടുത്ത സാധാരണ ഏത് മനുഷ്യനും പറയുന്നെന്താ ഇതെന്തൊരു വിധിയാ? ഏത് വിധി? അതല്ല തീരുമാനിച്ചു കഴിഞ്ഞു.
ഓരോ ചെറുപ്പക്കാരും ഏതൊരു മനുഷ്യനും പിറക്കുമ്പോഴേ 4 മാസത്തെ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു നിന്റെ ഭാര്യ ഇയാളെയാവും. അതാ 10-25 വർഷം കഴിയുമ്പോ ഇങ്ങനെ കറങ്ങി വന്ന് അവസാനം വന്ന് നമ്മൾ പറയുമ്പോ ആ കല്യാണം നടക്കേണ്ട ഒരൊറ്റ വാക്കിലാണ് പോയത്. എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. പൊള്ളാച്ചിച്ചന്തയിൽ പോത്തിനെ വെക്കുന്ന മാതിരിയാണ് കല്യാണത്തിന്റെ ഉറപ്പിക്കുമ്പോ. പൊള്ളാച്ചിച്ചന്തയിൽ പോത്തിനെ പുറപ്പിക്കുന്ന മാതിരിയാണല്ലോ കല്യാണമൊക്കെ ഉറപ്പിച്ചു. പോത്തിന് വെക്കുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ പള്ളലെടുത്ത് നല്ല അറച്ചിയുള്ള സാധനമാണ്. കിലോ 10-250 പോകും. അപ്പൊ അമ്മാതിരി മോനെ കാണിച്ചത് നല്ല കട്ടി നീട്ടി അവർ 10 ലക്ഷം കൂടും. അമ്മാതിരി പൊള്ളാച്ചിത്തന്റെ പോത്തിനെ കച്ചവടത്തിന് വെക്കുന്ന മാതിരി കല്യാണത്തന്തയിൽ കച്ചവടമൊക്കെ ഉറപ്പിച്ചു. 150 മുതൽ 200 വരെ കിട്ടും കൂടാൻ കൊടുത്ത് എല്ലാമൊക്കെ ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് പെണ്ണിന്റെ വാപ്പ ഒരു വർത്താനം പറഞ്ഞത് ചെറുക്കന്റെ വാപ്പ തന്നെ ഇതാണ് പിടിച്ചില്ല. അമ്മാതിരി വർത്തന്റെ അടുത്ത് പറയും ഞങ്ങളുടെ കുടുംബക്കാർ തന്നെ. അതോടെ അന്ന് തന്നെ കട്ടണയിലൊന്നും ഞാൻ കളി അറിയില്ല. വാപ്പാണ് ഒറ്റപ്പടത്തിലാണ് കല്യാണം മാറിപ്പോയത്. എന്താണെന്നറിയാം, നമ്മൾ ഒരപ്പടത്തിൽ നമ്മൾ ഒറ്റ വാക്കന്റെ വാപ്പ പറയാതിരുന്നെങ്കിൽ കല്യാണം നടക്കില്ല. കാരണം എഴുത്തു വന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ വേറെടുത്തോട്ട് പോകണം, എഴുതി വെച്ചാൽ എവിടെയോ ഇരിപ്പുണ്ട് എന്ന് നന്നായിട്ട് ആദ്യം മനസ്സിലോട്ട് കയറ്റി. നന്നായി മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ എഴുതി വെച്ചത് നടക്കും. അല്ല എന്തിനാ എന്റെ പൊന്നു മക്കളെ ഈ ചുമ്മാ വിളിച്ച് വിളിച്ചാൽ പൈസ പൊന്നു മക്കളെ ഇമാളി ഉറക്കമുളച്ച് കമന്ന് കിടന്ന് ഈ വിളിച്ച് റീചാർജ് ചെയ്ത് പൈസ കളയാനുണ്ട്. ഈ എത്ര വിളിച്ചു കൂട്ടിയാലും ഈ എഴുതി വെച്ചതല്ലാതെ ഏതാവില്ല. വീട്ടിൽ ഔദ്യോഗികമായിട്ട് വരാതെ ഇപ്പോഴുമില്ല. അള്ളാഹു ബോധം നൽകട്ടെ. ഇനി വിവാദത്തിന്റെ 2ാം ഘട്ടമാണ്. 2ാം ഘട്ടം ഏതാണ്? ഇനി അവിടെയാണ് നമ്മൾ ചർച്ച വരേണ്ടത്. ഇവിടെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഇനി 2ാം ഘട്ടം കല്യാണം കഴിയുന്നതോടുകൂടെ ഏതാണ്ട് കുടുംബത്തിന്റെ ബന്ധങ്ങളൊക്കെ താറുമാറായിട്ടുണ്ട്. മിക്ക കുടുംബ ബന്ധങ്ങളും താറുമാറാകുന്നപ്പോഴാണ് കല്യാണത്തിന് ശേഷം. ഉമ്മ പറയും എത്ര നല്ല മോനായിരുന്നു, അവളെ കെട്ടി അവനെ പോലെ. എന്താ കാര്യം? ഇനി നന്നായിട്ട് കേൾക്കും. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മത്സരമാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറയുന്നു, ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്, ഇവരുടെ 2 പേരുടെയും ജോലി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജീവിതത്തിന്റെ വിഷയം. അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാര്യയുടെ ജോലി എന്താ, ഭർത്താവിന്റെ ജോലി എന്താ. ഇത് 2ഉം ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ റെഡിയായി. ഇൻഷാല്ലാഹ് പറഞ്ഞാൽ അങ്ങനെ ആവൂ. മസിൽപിടുത്തം വിട്. ഭാര്യ ഭർത്താവ് പറഞ്ഞാൽ ഈ മസിൽപിടുത്തം നടക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെയാവുള്ളൂ, വീട്ടിൽ പ്രസിഡന്റ് അവിടെ വലിയ വാദമാണ്. ഒരു പഞ്ചായത്ത് മുഴുവൻ പ്രസിഡന്റിനെ ഭരിക്കാം, പക്ഷേ വീട് ഭരിക്കണമെങ്കിൽ ഇത്തിരി നാട്ടിലെ എത്തിയ ലോകത്തെ നാട്ടിലെല്ലാവർക്കും പേടിയായിരിക്കും. അയാളെ പേടിയില്ലാത്ത ഒറ്റ ഒരാളുണ്ടാവുള്ളൂ. ആരെ? സ്വന്തം ഭാര്യ. നാട്ടിലെ എത്തിയ നാട്ടിലെല്ലാവർക്കും പേടി, അയാൾക്ക് പേടിയില്ലാത്ത ഒറ്റ ഒരാളുള്ള ആര്? സ്വന്തം ഭാര്യ. അത് വെളി കാണിച്ചാൽ മതി. ഖുർആൻ, ഞാൻ പറയുന്നത് ഖുർആനാണ്. ഭാര്യയുടെ ജോലി എന്താ, ഭർത്താവിന്റെ ജോലി എന്താന്ന് മനസ്സിലായി. ശ്രദ്ധിച്ചു വേണം. ഖുർആൻ ഒരു ചെറിയ പോകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. അല്ലാഹു പറയാണ്, വല്ലൈലി ഇദാ യഗ്ശാ, രാത്രിയെ തന്നെയാണ് സത്യം. കിടക്കുന്ന ഇതിൽ മൂടിക്കിടക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, പ്രകാശം പരത്തുന്ന പകലിനെ തന്നെയാണ് സത്യം. കത്തിച്ചൊലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹു തന്നെയാണ് സത്യം. എത്ര സുന്ദരമാനായ സള്ള പറയാൻ രാത്രിയെ തന്നെയാണ് സത്യം. കത്തിച്ചൊലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും പടച്ച അല്ലാഹു തന്നെയാണ് സത്യം. എന്റെ സഹോദരങ്ങളെ, രാത്രിയും പകലും പറഞ്ഞതിന് ശേഷം അല്ലാഹയെയും അല്ലാഹുവിനെ ആണിനെയും പെണ്ണിനെയും പറഞ്ഞതെന്താ?
രാത്രിയും പകലുമാണ് പെണ്ണും തമ്മിലുള്ള ബന്ധമേള. ഒരു വല്ലാത്ത ബന്ധമുണ്ട്, വല്ലാത്ത ബന്ധമുണ്ട്. നിന്നെ ഖുർആനിനെ പറയട്ടെ, അള്ള തന്നെ പറയുകയാണ് രാത്രി എന്ന് പറഞ്ഞാൽ, അള്ള പറയുകയാണ് പെണ്ണേ 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 നീ രാത്രിയെ പോലെയാണ്, നീ രാത്രിയെ പോലെയാണ്. പുരുഷനെന്ന് പറഞ്ഞാൽ പുരുഷനാകുന്ന ഭർത്താവ് കത്തിപ്പിടിക്കുന്ന പകലിനെ പോലെയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ജോലി, ഭർത്താവിന്റെ പകലിന്റെ ജോലി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, തമ്മിലെടുക്കാനല്ല മത്സരിക്കാനല്ല ആവാസം പറയാനല്ല. ആരാണ് ഞാനെന്ന് തിരിച്ചറിയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ല പറയുകയാണ് രാത്രിയുടെ ജോലിയാണ് പെണ്ണിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? പകൽ സമയത്ത് ഭൂമി വരെയാണ് ചുറ്റുപെടുത്ത് കിടക്കുമ്പോൾ ആ ചുറ്റുപെടുത്ത് കിടക്കുന്ന ഭൂമിക്കൽപ്പം തണുപ്പ് കിടക്കാനല്ലയോ രാത്രി വരുന്നത്? രാത്രി വന്നാലല്ലേ പകലിനൽപ്പം തണുപ്പ് കിട്ടുക. കത്തിപ്പിടിക്കുന്ന ഭൂമിക്കുള്ള തണുപ്പ് കിടക്കുന്ന ജോലിയല്ലേ രാത്രിക്കുള്ളത്? ഇന്ന് രാവിലെ മുതൽ എന്തോ ഒരു ചൂടാണ്, ഒരൽപ്പം തണുപ്പ് വന്ന് നീ രാത്രി വന്നപ്പോഴല്ലോ രാത്രിയിലോ ഒരു ചൂടുള്ളതിനെ തണുപ്പ് കൊടുക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പെണ്ണെ തണുപ്പ് കൊടുക്കുകയല്ല രാത്രിയാണ്. നിന്റെ ഭർത്താവോ കത്തിപ്പിടിക്കുന്ന പകലിനെ പോലെയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഞ്ഞാടി ചന്തയിൽ പോയി കച്ചവടം ചെയ്ത് എടപ്പാണോ തിരൂർ മാർക്കറ്റിലോ കച്ചവടം ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കത്തിപ്പിടിക്കുന്ന പകൽ വെളിച്ചത്തിന് കച്ചവടം ചെയ്ത് വൈകുന്നേരം ഒരായിരം കടബാധ്യതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി പറഞ്ഞതിന് തീരാത്ത പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒഴുകുന്ന നെഞ്ച് വല്ലാതെ കുറ്റകൊള്ളുന്ന ഹൃദയവുമായി വൈകുന്നേരം കൂടിവേല കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലോട്ട് കടന്നു വരികയാ. പകലിനേക്കാൾ കുറ്റകൊള്ളുന്ന മനസ്സുമായി കടബാധ്യതകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊടുത്തു. കുറ്റുകൊള്ളുന്ന വേദനയേക്കാൾ ഏറ്റവും കുറ്റുകൊള്ളാ സമയത്ത് ഭർത്താവിന്റെ ഹൃദയത്തിലാ. അള്ള പറയുകയാണ് വേദനാദിയോടെ വിഫലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോട് കുറ്റുകൊള്ളുന്ന മനസ്സുമായി നിന്റെ ഭർത്താവ് സന്ധ്യാസമയത്ത് വീട്ടിലോട്ട് കടന്നു വരുമ്പോ ആ ഭർത്താവിന്റെ കുറ്റുകൊള്ളുന്ന മനസ്സിന് തണുപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകമുണ്ടോ? അത് പെണ്ണേ പെണ്ണാണ് 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 പെണ്ണാണെന്ന് അള്ളാന്റെ വിശുദ്ധ എന്റെ സത്യങ്ങൾ കാണുകയൊക്കെ പ്രിയപ്പെട്ട പെണ്ണെ നിന്റെ ജോലിയതാ. പാവപ്പെട്ട ഭർത്താവരായിരം അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വൈഷമ്യങ്ങളുമായി ചുറ്റുപെടുന്ന ഹൃദയമായി സന്ധിക്ക് വീട്ടിലോട്ട് വരുമ്പോ ആ ഭർത്താവിന്റെ ചുറ്റുപെടുന്ന മനസ്സിന് തണുപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു സാന്ത്വനത്തിന്റെ ഗീതമേടാ. അത് ഭാര്യയുടെ സാന്ത്വനമാണ്, ഭാര്യയുടെ സാന്ത്വനമാണ്. അതുകൊണ്ടല്ലേ തിരുനബിയുടെ കുടുംബത്തിലോട്ട് കിടക്കുക. അങ്ങനെ ഒരു ഭാര്യയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരത്തെയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചനാ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കൈയിൽ ഒറ്റകത്തിന്റെ കടിഞ്ഞാണമായി കടന്നു പോകുന്ന കാട്ടാളികളെ നന്ദിയുടെ വസന്തത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ 700 പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്ന ഗുഹാന്തരീക്ഷത്തിൽ വല്ലാതെ ഇരുമുഖ്യ മുഖിൽ ധ്യാനമങ്ങനായിരിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട്ട് കടന്നു വന്നിട്ട് ലോകത്തുള്ള ദിവ്യബോധനത്തിന്റെ നിലപാടുമായി കടന്നു വന്ന നബിയെ വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നബിയെ ഓതുക. ആ സമയത്ത് ഞാൻ ഓടാനറിയുന്നവനെന്ന് പറഞ്ഞ് തിരിച്ചു പറയുമ്പോ ആരുമില്ലാത്ത പർവ്വതത്തിന്റെ ഉയരത്തിലുള്ള ഗുഹാന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇതേവരെ കാണാത്ത മരക്ക് കെട്ടിപ്പിടിച്ചു വളർത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പേടിച്ച് വളർത്തുപോയി. അല്ലാഹുവിന്റെ റസൂലിനെ പേടിച്ച് വളർത്ത് പരിപിടിച്ചില്ലയോ? ആ ഗുഹയിൽ നിന്ന് പേടിച്ചതിന്റെ വിഫലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ ആവരാതിയോടെ വേവരാതിയോടെ തന്റെ ചുറ്റുകൊള്ളുന്ന മനസ്സുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവ് ഓടിയതിനേക്കാൾ സ്വന്തം പിതാവിന്റെ കബിടത്തിന്റെ ധാരയല്ല, മാതാവിന്റെ കബിടത്തിന്റെ ധാരയല്ല, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനടുത്തേക്കല്ല, വല്ലാതെ ചുറ്റുകൊള്ളുന്ന ഹൃദയത്തിന്റെ തന്നത്തിന്റെ സാന്ത്വനമായി അല്ലാഹുവിന്റെ റസൂൽ ഓടിയതിനേക്കാൾ
ഖദീജ എന്നെ ഒന്ന് പുറപ്പെട്ടുപോയത്, ഖദീജ എന്നെ ഒന്ന് പുറപ്പെട്ടുപോയത് തന്റെ മുന്നിലേക്ക് കുത്തുകൊള്ളുന്ന ഹൃദയമായി വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നിലവിളിച്ചില്ല, ആളെ കുട്ടിയില്ല. തന്റെ കൈകൾ കണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കയ്യിൽ പിടിച്ച് തന്റെ ഭർത്താവിനെ തന്റെ മടിയിലേക്ക് കിടച്ചുവിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭർത്താവിന്റെ മുടിയിടകളിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് തരുകി തലോടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭർത്താവ് തീപിടിക്കുന്ന മനസ്സുമായി മടിയിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുടിയിടകളിലേക്ക് കൈവിരലുകൾ കൊണ്ട് തരുകി തലോടി പേടിച്ചതിന്റെ റസൂലുള്ളാഹിയുടെ മുഖത്തോട് നോക്കിയിട്ട് ഖദീജ പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്കുകളെന്താ? വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിറു റഹമ വതസ്ബിഹു ഹദീബ വതഹ്മിലു കല്ലാ വതുകിറു ലൈഫ വതുഈനു അലാ നബാഇൽ ഹഖ്. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹുവിനെ ദുഃഖിപ്പിക്കില്ല നബിയേ. സമാധാനമില്ലാത്ത ഭർത്താവിന്റെ മനസ്സിൽ ഒരു ഭാര്യക്കെങ്ങനെയാണ് സമാധാനം കൊടുക്കാൻ കഴിയുക? തങ്ങളെ പഠിച്ചു പോവുക, കുറ്റപ്പെടുത്തുന്നില്ല. പാതിരാത്രിയിൽ മുറിയിൽ പോയി നിങ്ങൾ എന്തിനാണ് ചോദിച്ചില്ല? അള്ളാഹു നിങ്ങളെ ദുഃഖിപ്പിച്ചില്ല നബിയെ. നിങ്ങളെ എന്തിനല്ലാഹു ദുഃഖിപ്പിക്കണം? അള്ളെ എങ്ങനെ പരീക്ഷിപ്പിക്കണം? ഇന്നെ കിടക്കത്തുറഹമ അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരല്ലയോ? സത്യം പറയുന്നവനല്ലയോ? അതിഥികളെ ബഹുമാനിക്കുന്നവനല്ലയോ? നിങ്ങൾ പാവപ്പെട്ടവന്റെ അത്താണിയല്ലയോ? गुजर करने वाला अपने बनायो चमकाने वाला അനാഥകളുടെ അഭയമല്ലയോ? അനാഥകളുടെ സനാതനെ ആശ്രയത്വമില്ലാത്തവന്റെ ആശ്രയമേ. അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയ്ക്ക് നന്മ മാത്രം ചെയ്യുന്ന അങ്ങ് എന്തിനാണ് അല്ലാഹു ദുഃഖിപ്പിക്കുക? തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ ആശ്വാസമനസ്സുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവിന്റെ പൊട്ടിപ്പൊളിയുന്ന ഹൃദയത്തിൽ ഒരു വചനാമൃതം പോലെ പെയ്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യകൾ ഈ വാക്കുകളാണ് പിന്നീടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ തണലായി മാറിയതെന്ന് ചരിത്രം പറയുമ്പോ അള്ള പറയുകയാണ്, തന്നെ നീയാരാ? ഭർത്താവിന്റെ ചുറ്റുമുള്ള മനസ്സിൽ ഒരൽപ്പം സാന്ത്വനം കൊടുക്കാൻ കഴിയുന്നത് പിന്നെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെയാക്കി തരും. പ്രതീക്ഷയില്ലേ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. പൊന്നു സഹോദരങ്ങൾ, ആമയും അല്ലാതെ വേറൊരു കാര്യം കൊണ്ട് നടക്കില്ല. ഭാര്യ താഴെത്തായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആമയും കൊണ്ടല്ലാതെ വേറെ കൊണ്ട് നടക്കില്ല. നിങ്ങൾ ആലോചിച്ച് ഖദീജയുടെ കുടുംബം, ഖദീജ റളിയല്ലാഹു തആല, നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സിറ്റുവേഷൻ എന്താ? ഒരു പാതിരാസമയത്ത് വീട്ടിൽ ഇറങ്ങിപ്പോയതാണ്. അങ്ങെവിടെയോ ആരും വരാത്ത മലയടുവാനത്തിൽ ഗുഹയിൽ പോയിരുന്ന് അവിടെ പോയി ഇരുന്നിട്ട് രാവിലെ സുബഹിക്ക് വാങ്ങൊളിക്കുന്നതിന് സമയത്തിന് മുമ്പാണ് നബി ഇസ്ലാത്തു വസ്സലാം വരുന്നത്. രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആളുകൾ മുഴുവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പാതിരാത്രി പോയ മനുഷ്യൻ ആളുകൾ വരവരാ നേരം വെളുക്കുന്നതിന് മുമ്പ് പാല് വന്ന് തോല് വന്നിട്ട് ഖദീജ എന്നെ ആരോ കെട്ടിപ്പിടിച്ചു, ഖദീജ എന്നെ ഒന്ന് പുറപ്പെട്ടു പോട് എന്ന് പറഞ്ഞ ഭർത്താവ് ഓടി വരുമ്പോ നിങ്ങൾ ആലോചിച്ച് അതേ അവസ്ഥ നമ്മുടെ വീട്ടിലാണ്. പാതിരാത്രി വീട്ടിൽ പോയി ഏതോ മലയത്തിലൊക്കെ നടന്നിട്ട് സുബൈക്ക് വാങ്ങ് വിളിക്കുന്നതിന് മുമ്പ് പോർത്തമണം പിടിച്ചുകൊണ്ട് ഓടി വീട്ടിൽ വന്നിട്ട് വാതിൽ വന്നിട്ട് സുബൈദ വാതിൽ തുറക്ക്, എന്നെ ആരോ കെട്ടിപ്പിടിച്ചു, എനിക്ക് പേടിയാവണം, നീ വാതിൽ തുറക്ക്, എന്നൊന്ന് പുറപ്പെട്ടു കൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബൈദ എന്ന് പറയും, നിങ്ങളെ പുറപ്പെട്ടാലേക്ക് ഞാൻ മണ്ണിട്ട് മൂടും, ആദ്യം കെട്ടിപ്പിടിച്ചേരാന്ന് പറഞ്ഞു. ഏതാണ്ട് സിറ്റുവേഷനാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ രണ്ട് കൈകൊണ്ട് പിടിച്ച് ഭർത്താവിനെ മടിയിൽ കിടത്തി. എന്റെ പൊന്നു സഹോദരിമാരെ, ജീവിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മസിൽ പിടുത്തമോ മീശപിടിപ്പോ നടക്കില്ല. ജീവിതം ഒരു വിട്ടുവീഴ്ചയുടെ, ഒരു ഉദാരതയുടെ, ഒരു ഡിഫറൻസിയേഷന്റെ തത്വം. കുടുംബജീവിതം അങ്ങനെ പോകും. ഞാൻ പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാനുള്ള മോള് നൽകട്ടെ. ഭരണകാര്യം മനസ്സിലാവുന്നല്ല.
ഭരണകാര്യം മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ ഏത് കാര്യവും മത്സരപ്പിടുത്തം കൊണ്ട് നടക്കും, പക്ഷേ കുടുംബ ജീവിതത്തിൽ നടക്കും. അപ്പൊ പഠിച്ചോളി. അത് പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ കുടുംബ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ സ്ഥലമാകുന്നത്. നല്ല ഭർത്താവിനെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് മുടി ഇടകളിൽ തന്റെ വിരലുകൾ കൊണ്ട് തഴുകി തലോടി, ഭർത്താവിനെ മടിയിൽ കിടത്തിയിട്ട് ഭർത്താവിന്റെ മുടിയിൽ ഇങ്ങനെ തഴുകി തലോടി മുടിയടകിൽ കഴുകി തലോടിയിട്ട് ആര് ചോദിക്കാം وتطلب الحديث وتحمل الكلة وتكيل الغيث وتكيل الغنم. എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? ആ വാർത്ത വളർന്നതിനായിട്ട് പറയുമ്പോഴല്ലേ ഭക്ഷണം മനസ്സിലാക്കത്. ആ ഭാര്യ പറഞ്ഞ അതേ വാക്കിൽ ചില കാര്യങ്ങൾ അതേ നാടൻ ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവും. നിങ്ങൾ അടുത്ത് വന്നായി അള്ളാഹത്തെ നിങ്ങളെ പേടിക്കണം. എന്തിനാ മരിച്ചാൽ അള്ള നമ്മളെ വിഷമിപ്പിക്കുകയും നമ്മൾ അള്ളാഹിനൊന്നും ചെയ്തിട്ട് നമ്മൾ അള്ളാഹ് നിരക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? പിന്നെന്തിനാ ഒരു പെണ്ണ് സാധാരണ പറയുന്നത് നമ്മൾ അള്ളാഹ് നിരക്കാത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളാണെങ്കിൽ ഇന്നത്തെ തട്ടിൽ തന്നാൽ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കും, നിങ്ങളെ പാവങ്ങളെ സഹായിക്കും, അനാഥകളെ സംരക്ഷിക്കും, നിങ്ങൾ നന്മ മാത്രം പറയുന്ന ആളാണ്. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾ അള്ള പരീക്ഷിക്കാൻ നിങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് തന്റെ മടിയിൽ കിടത്തി റസൂലുള്ളാഹിയുടെ മുടിയിൽ ഇങ്ങനെ തലോടി റസൂലുള്ളാഹിയുടെ ഉറപ്പിച്ച് മൂടിക്കൊടുത്തു. റസൂലുള്ളാഹി ഉറങ്ങി. എഴുന്നേറ്റപ്പോ പറഞ്ഞു, അതില്ല എന്റെ ആറ്റെന്ന് മാറുന്നില്ല എന്ന് നിങ്ങൾ എഴുന്നേറ്റ് ഉറക്കത്തിന്റെ ലോപ്പിലെന്ന് പറയുന്നത് മനുഷ്യന് നമുക്ക് അദ്ദേഹത്തോട് പോയി ചോദിച്ചു. തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് വറക്കത്തിൽ നൗഫലിന്റെ അടുത്തിൽ പോയി, എന്റെ ഭർത്താവ് എന്നെ ഒരു വ്യക്തമുണ്ട്, എന്തായിരുന്നു ഭർത്താവ് ആ വന്നത് നാമൂപ്പെന്ന മലക്കാണ് എന്ന് പറഞ്ഞ് വറക്കത്തിൽ നൗഫലിന്റെ ആശ്വാസവാക്ക് കേട്ടപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആ സമയത്ത് ഭാര്യ കൊണ്ടുപോയി അതിന്റെ പ്രയാസം ഭർത്താവിന്റെ മനസ്സിന് സാന്ത്വനം കൊടുക്കുന്ന കാഴ്ച കാണണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആ ജീവിതത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ തന്നത് തന്നെ എന്തിനാ? ومن آياته خلق لكم من أنفسكم أزواجا لتسكنوا إليها. അള്ള പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളെ ഒരു ഇണയെ ഞാൻ തന്നതെന്തിനാ? നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമാണെന്ന് വിശ്വസിക്കുക. അള്ള പറയുകയാണ്, നിങ്ങൾക്കൊരു ഭാര്യയെ ഞാൻ തന്നതെന്തിനാ? പെണ്ണെ നിനക്കൊരു ഭർത്താവിനെ തന്നതെന്തിനാ? ഇതിക്കാണ് ചോദിച്ചാലോ ഈ തത്വനിലേഹ നിന്റെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവാൻ കല്യാണം കഴിക്കുന്നതെന്തിനാ? സന്തുഷ്ട ഭാര്യ ഭർത്തോ ഭർത്തൃവാനോ തദൈവത യസ്മിൻദേവ കുലോദിക്കും കല്യാണതത്ര വൈഭവം. സന്തുഷ്ട ഭാര്യ ഭർത്തോ ഭർത്തൃവാനോ തദൈവത യസ്മിൻദേവ കുലോദിക്കും കല്യാണം തത്ര വൈഭവം. ഭഗവത്ഗീത 20-ാം കാണ്ഡം 22-ാം കാണ്ഡം. സന്തുഷ്ട ഭാര്യ ഭർത്തൃ, സന്തുഷ്ടരായ ഭാര്യയും ഭർത്താവും. ഭർത്തൃ ഭാര്യയോ തടയുക, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം. അങ്ങനെ സന്തോഷമുള്ള ഒരു കുടുംബത്തിലാണ് അതിലൂടെയാണ് നല്ല കുലവും നല്ല വംശവും നല്ല കുടുംബവും നല്ല മക്കളും നടക്കുക. കല്യാണം അത്ര വൈദ്യവും, അതിനാണ് കല്യാണം ലോകത്ത് തന്നിരിക്കുന്നത് എന്ന് ഭഗവത്ഗീത. അപ്പൊ ലോകത്തെല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്. എന്തിനാ? ഈ തത്വം ഇരയുക. എന്ത് ചെയ്യണം? സമാധാനം ഉണ്ടാവണം. ഭാര്യയുടെ മുഖത്ത് നോക്കേണ്ടുണ്ടാവണം സമാധാനം. എന്ത് പറയുന്നു? കല്യാണം കഴിച്ചതിന് ശേഷമാണോ സമാധാനം പോയത്? ഖുർആൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടി. എന്താ സഹോദരിമാരുടെ അഭിപ്രായം? 10-15 ദിവസത്തെ സമാധാനത്തോട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കി എന്തുണ്ടാവണം? സമാധാനം ഉണ്ടാവും. പണ്ടൊരു ഭർത്താവ് ഭാര്യ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്റെ ഫോട്ടോ പേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോ പേജിൽ ഉള്ള എന്റെ ഫോട്ടോയിൽ പോകും. അപ്പൊ അദ്ദേഹത്തിന് സമാധാനം.
കൂട്ടുകാരി ഭർത്താവ് വെച്ച് അങ്ങനെയാണ്. കൂട്ടുകാരി ഭർത്താവ് പറഞ്ഞാതെ എന്റെ പേഴ്സിന്റെ ഉള്ളിൽ ഞാൻ എന്റെ ഭാര്യയുടെ ഇതിനകത്ത് കേട്ട അത് ഫോട്ടോ ഇതിനകത്ത് വെക്കണണ്ട, കൈകൾ വെച്ചാൽ അല്ലേ? അതന്നെ സ്നേഹം. ഭാര്യയുടെ ഫോട്ടോ പേഴ്സിൽ വെച്ചാൽ വലിയ സ്നേഹമാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താണ്ടല്ല അവിടെ ഉണ്ടാവണം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കാര്യമൊക്കെ നീയാണ്, ഭാഗ്യമാണെന്ന് ഒരാൾ ഇവിടെ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ പറഞ്ഞ് എന്റെ പേഴ്സിൽ ഞാൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചോണ്ട് നടക്കും. എനിക്കെന്തെങ്കിലും ഒരു വല്ലാത്ത സമാധാനക്കേട്, ഒരു മുസീബത്ത് വന്ന് എന്റെ തലയിൽ വീഴുമ്പോൾ ഖബർ കച്ചവടക്കാരാണ് പെട്ടെന്ന് ഉച്ചയ്ക്ക് വിലയിടുന്നത്. ഇവ രണ്ടിലൊക്കെ പോയി കിട്ടി. നനച്ചിരിക്കാത്ത സമയത്ത് ഒരു മുസീബത്ത് വന്ന് എന്റെ തലയിൽ വീഴുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നിയ ഞാൻ പേഴ്സ് കുറവ്. എന്റെ ഭാര്യയുടെ ഫോട്ടോയിൽ അവരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കും. അപ്പൊ എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഞാൻ ആ കാര്യം പറഞ്ഞു. അത് കൂട്ടുകാർക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ എന്റെ തലയോട് വലിയ മുസീബത്ത് വന്ന് വീഴുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ ഞാൻ ഉറക്കം പടച്ചോനെ, ഇതിനേക്കാളും വലിയ മുസീബത്ത് വന്ന് എന്റെ തലയെ വീണിട്ട് ഞാൻ ക്ഷമിച്ചില്ല, ഞാൻ താങ്ങിയില്ല, ഞാൻ ആത്മഹത്യയില്ലല്ലോ, ഇത്രയും നാളിൽ ഞാൻ തോന്നില്ല, പിന്നെ ഇതാ വലുത് എന്നെനിക്ക് തോന്നുമ്പോ ആ സമയത്തുണ്ടാവും ഒരു സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞ അമ്മാതിരി ചപ്പടി വിദ്യയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തുണ്ടാവണം? എന്തുണ്ടാവണം? ഒരു സമാധാനത്തിന്റെ ഒരു സന്തോഷമുണ്ടാവണം. അതെങ്ങനെയാണ് ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ സമാധാനം? ഇനിയില്ലാതെ തിരുനബിയുടെ കുടുംബത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്കളായ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കല്യാണം സമാധാനമില്ല. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞു, കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് തീരെ വയ്യാട്ടോ, വല്ലാത്ത ഞങ്ങൾ പുറത്തെ വന്നു പറയുള്ളൂ. നാളെ ഇഷ്ടം പോലെ പറയും. കുറേ നാളും ഒരു വെള്ളിയാഴ്ച ഉറങ്ങാതെ വന്നു പറയും, വ്യാഴാഴ്ച വന്നുണ്ടാകും, വ്യാഴം വെള്ളിയാണ് ആകെ പുസ്തകം. അത് കിട്ടിയില്ല. കബീലവനായതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന മാറ്റിൽ തൊട്ടടുത്ത പരിപാടികളൊക്കെ ഏക്കാൻ പറ്റാത്ത പരിപാടിയായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. മുഖം കണ്ടിട്ട് തടിച്ചിരിക്കും. എവിടെയും പോയി കിടന്ന് ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വല്ലാഹി മനസ്സിലാണ് തന്നെയാണ് സത്യം. ഞാൻ ഒത്ത് വരാതിരുന്നാൽ പക്ഷെ മാസൂർ സ്ഥാനം ഓർത്തിട്ട് എനിക്കത് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ പാതി വഴിയിലോട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് കൂടുതൽ നാടൻ വർത്താനം പറയാനില്ല, നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ ഈ വിഷയം നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് തിരിയണം. ഇത് വലിയ ഒരു ആവേശത്തിന് വന്നു പറയാനുള്ള വിഷയമല്ല, ഇത്തിരി സമാധാനത്തിൽ പറഞ്ഞു പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൻ കല്യാണത്തിന് മുമ്പ് ആ മനുഷ്യൻ നമ്മുടെ കൂടെ കവലയിലൊക്കെ ഉണ്ടാവും, ജംഗ്ഷനിലൊക്കെ ഉണ്ടാവും. ഒരു 10-12 മണിക്ക് ആയതിനു ശേഷം ഉറങ്ങാൻ പോകും. കല്യാണം കഴിയുമ്പോൾ പിന്നെ അവനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കാണില്ല, നമ്മുടെ പിന്നെ അവനെ ജംഗ്ഷനിൽ കാണോ 10 ദിവസം നോക്കിയാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേവരെ വെയിപ്പിച്ചിട്ട് പോലീസുകാർ പത്തോളന്മാർ വരുന്നാലും പോകാത്ത മനുഷ്യനെ പിന്നെ വെളിയിൽ കാണില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് മെല്ലെ അങ്ങനെ വെളിയിലിറങ്ങും. മാത്തൂര് ജംഗ്ഷനിൽ വരും, മുഖമൊക്കെ നന്നായിട്ട് കൊടുത്ത് അമ്മായിയമ്മ കൊടുത്ത പലഹാരമൊക്കെ തിന്ന് നല്ല പൈപ്പാലൊക്കെ പിടിച്ച്, അല്ലെ പൈപ്പാല് അല്ലെ, നല്ല ചായ കിട്ടിയപ്പോ അബ്ദുള്ള കുട്ടിയാജിനെ കിട്ടി ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി. അങ്ങനെ ചായ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പലഹാരമൊക്കെ മലപ്പുറം കാര്യമായിരിക്കുന്നല്ലോ, പക്ഷെ ചായ ഞങ്ങളുടെ നാട്ടിലെ ചായ തന്നെയാണ് നല്ലത്, നിങ്ങളുടെ ചായ എത്ര പോരാന്ന് പറഞ്ഞു. ആ പുസ്തകം ഇത് പൈപ്പാലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പൈപ്പിൽ പാല് കിട്ടുന്നത് ഏത് പഞ്ചായത്താണ്? പക്ഷെ ഞാൻ ഈ പൈപ്പ് പിന്നെയാണ് ഈ പൈപ്പ് കൂടെ പാല് വേണമെന്ന് അവന് നമ്മുടെ നാട്ടിലൊക്കെ കവറി കിട്ടും, പൈപ്പ് തുറന്നാൽ കിട്ടൂല, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം കൊടുത്തോളൂ. പിന്നെ അത് പൈപ്പിന്റെ പാലാണ്. ലക്ഷദ്വീപിന് പല ആളുകൾ വന്നിട്ടില്ല, എവിടെ വന്നിട്ടുണ്ട് ലക്ഷദ്വീപുകാർ. അവരുടെ നാട്ടിൽ പയ്യയുടെ പാലെന്ന് പറഞ്ഞത് പയ്യനപ്പാല്, പയ്യനപ്പാല്. അവിടെ പാലില്ല, പായാണ് പയ്യനപ്പാല്. ഞാൻ അന്തോത്തിന് വളരെ ഒരു കുട്ടിയെ ഇവനവിടെ പോയി കുളിക്കും. അവിടെ പോകും, ഞങ്ങൾ ഒത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ സ്കൂളിൽ ഭക്ഷണം, സ്കൂളിൽ ചോറുണ്ട്. ഞാൻ എന്താ കറി? പയറുമ്പുൽ പുഴുങ്ങിയത്, പയറുമ്പുൽ പുഴുങ്ങിയത്. അവിടെ പാവയില്ല, പായ പറയും, പയറ് പുഴുങ്ങിയത്.
പൈപ്പായ കുടിച്ച് അമ്മായി മകരത്തൊക്കെ തന്ന് മുഖമൊക്കെ വീഴ്ത്തി വിരിഞ്ഞിട്ട് വന്നു. നല്ലൊരു ചെറിയ അക്കറിന്റെ പൂമണം ഒരു വെള്ള കട്ടക്കേക്ക് കുഞ്ഞാപ്പിള കല്ലിങ്ങോട്ട് വന്നു. അപ്പൊ അവളോട് ചോദിക്കും, നീ എന്താ ഇപ്പൊ പഴയതോടൊന്നും കാണുന്നത്, കല്യാണം നമ്മളേക്ക് വിട്ടാ എന്ന് ചോദിച്ചോ പറയും. നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖവും ഒരു ലക്ഷ്യവും കല്യാണ ലക്ഷ്യം. നമ്മൾ ഇത്ര നാളും ജീവിച്ചതല്ല ജീവിതത്തിൽ വളർന്നു. നമ്മൾ എത്ര നാള് ജീവിച്ചതും നല്ല ഒരു ജീവിതം കല്യാണം കഴിക്കും. അൽഹംദുലില്ലാ, എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പറയണല്ല, എനിക്ക് കിട്ടിയ ഭാര്യ എന്താ വേണ്ടത്തില്ല. എപ്പോഴും ഞാൻ അവളുടെ കൂടെ തന്നെ. ഞാൻ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോയി അവൾ പറയും, ഇവിടെ ഭാര്യ ഭർത്താവിനെന്ന് പറയും, ഇറങ്ങാൻ ഇട്ട് പോകുന്നിട്ട് ഇവിടെ തന്നെ അടുത്ത് തന്നെ എന്നെ അവള് വെളിയിൽ വളർക്കത്തില്ല. എന്തൊരു സ്നേഹമായ എന്റെ ഭാര്യക്ക്. അമ്മാവ് എനിക്കത് മോനെ അനുഗ്രഹം തന്നെ എന്റെ ഭാര്യ. ഇവൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്തെന്ന് പറയും, ഇവനോട് തിരിച്ചൊന്നും പറയുള്ളൂ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റി പറയും, പറയണത് കേട്ടോ. അവന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ അവരായിരം നോക്കരുത്. ഇതൊക്കെ പറയാൻ അവന് ഉദ്ദേശം 1.5 വർഷം കഴിഞ്ഞ് പയ്യെ ഇവർ ഇങ്ങോട്ട് വരും. ആശുപത്രി പ്രസവമൊക്കെ കഴിഞ്ഞ് സിസേറിയന്റെ പൈസയൊക്കെയാണ്. പണ്ടൊക്കെല്ലാം പേരാണ്, ഇപ്പൊ എല്ലാം കീറാണ് സിസേറി. ഇതിന്റെ ബില്ലൊക്കെ അടച്ചിട്ടും എല്ലാം ഇവനിങ്ങനെ നടന്നു വരും. അപ്പൊ ഇവനോട് ഒരു അസ്സലാമു അലൈക്കും പറയും, എന്തൊരു വിശേഷം, സുഖമല്ലേ, ഭാര്യ സുഖമായിട്ടിരിക്കണം, സന്തോഷമല്ലേ എന്ന് ചോദിച്ചാൽ 1.5 വർഷം മുമ്പ് സ്വന്തം ഭാര്യയെ കുറിച്ച് പറയാൻ 1000 നാക്ക് കഴിയാത്ത ഈ മനുഷ്യൻ നമ്മൾ ഇത് ചോദിച്ചാൽ ഇവനൊന്നും മുൻപില്ല. രണ്ടോഴിനെ ഒന്നും മുൻപില്ല. അവൻ അതിദയനീയമായി നമ്മുടെ മുഖത്തോട്ടൊന്ന് നോക്കും. എന്നിട്ട് അവന്റെ മറുപടി ഒരു ദീർഘവിശ്വാസമുണ്ട്, വിധി അല്ലാതെ അത് പറയാൻ. അവന് പറയാൻ എന്തുണ്ടാവും? ഒരു ഭാര്യ ഭർത്താവിനെ പരിചയപ്പെടുന്നത് കുടിക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഭാര്യയ്ക്കും പറയാനുള്ള എന്തിക്ക എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുന്നു എന്ന് പറയുന്ന പെണ്ണ് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പറയും, എല്ലാവരും എന്ത് പറയും, ഇനിയിപ്പോ ഒന്നും കഴിയാനില്ല, തിരിച്ച് കയറ്റിവിടാൻ പറ്റുമോ, ഇരിക്കട്ടെയാണ്. ഇനിയിപ്പോ ഒന്നും കഴിയട്ടെ, ഈ വന്നില്ല ഒരു അടയാളമാണ് ഇതിന്റെ തിരിച്ചു വന്ന വഴിക്ക് നീ ഒപ്പൊന്നും പറഞ്ഞ് കയറ്റിവിട്ടേക്ക് പോകും.